ബഹുമാനപ്പെട്ട മാത്യു വയലാമണിലച്ചൻ പുതുതലമുറയിലെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നല്ലൊരു അനുഗ്രഹം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കും. ഒരു അമ്മ പറഞ്ഞത്, ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഞങ്ങൾ കൂലിവേലക്കാരാണ്. ആയിരുന്നു, കുറേ നാളായി കൂലിവേല ചെയ്യുകയായിരുന്നു, തോട്ടത്തിൽ പണിയായിരുന്നു. ഞങ്ങളുടെ മക്കളൊക്കെ ഇന്ന് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുവാണിപ്പോ. മക്കള് രക്ഷപ്പെട്ടു, അപ്പനും അമ്മയും കൂലിവേല. അപ്പോൾ മക്കളും ഒപ്പമുണ്ട്. അപ്പൊ മക്കൾ ഉടനെ ചാടി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞത്: അച്ഛാ, ഞങ്ങളെ ഈ അപ്പനും അമ്മയും ദൈവോന്മുഖരായി വളർത്തിയേ, കാര്യപ്പെട്ട ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല, എടുത്തു പറഞ്ഞ് തിളങ്ങത്തക്ക രീതിയിൽ ഡ്രസ്സ് തന്നിട്ടില്ല. പക്ഷെ എന്റെ അമ്മ, ഞങ്ങളുടെ അപ്പനമ്മ കൂലിവേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ സ്നേഹിച്ചാ വളർത്തിയത്. ഹല്ലേലൂയ. ഒത്തിരി ഭക്ഷണം വിളമ്പുന്നതിലല്ല കാര്യം, ഓരോരുത്തർക്കും ടച്ച് ഫോൺ ആൻഡ്രോയിഡിന്റെ മേടിച്ചു കൊടുക്കുന്നതിലല്ല കാര്യം, 10,000 രൂപ ഡ്രസ്സ് മേടിക്കുന്നതിലല്ല കാര്യം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനൊരു വിലയുണ്ട്. ശ്രദ്ധിച്ചേ, നമ്മൾ ഭക്ഷണം വിളമ്പുന്നുണ്ട്, മക്കൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം വിളമ്പുന്നുണ്ട്. 10,000 രൂപയിൽ കൂടുതൽ വിലയുള്ള ഫോൺ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഏകദേശമായി. ഡ്രസ്സിന് പഞ്ഞയില്ല, ഒന്നിനും വലിയ വിഷമമൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചേ, എന്നിട്ടും നമ്മുടെ മക്കൾ തലമുറ നഷ്ടപ്പെട്ട് പുറകോട്ട് പോകാനുള്ള കാരണം മാതാപിതാക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാത്തതിന്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച്, നമ്മുടെ തൊട്ട് കുറച്ച് ഏകദേശം ഒരു നിശ്ചിത വർഷത്തിന് മുമ്പ് നമ്മളൊക്കെ ഒത്തിരി ആളുകൾ രക്ഷപ്പെട്ടത് എങ്ങനെയാ? അനേകം ആളുകളുടെ അപ്പനും അമ്മയും കൂലിവേലക്കാരായിരുന്നു, വേറെ ആളുകളുടെ വീട്ടിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളല്ലേ. എങ്ങനെ അനേകം ആ കൂലിവേല ഉള്ള കുടുംബത്തിൽ നിന്ന് മക്കൾ രക്ഷപ്പെട്ട് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നതിന് അപ്പനും അമ്മയും പറയണ ഭക്ഷണം വിളമ്പിയിട്ടല്ല, ആൻഡ്രോയിഡിന്റെ ഫോൺ എടുത്ത് കൊടുത്തിട്ടല്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഈ മക്കള് കണ്ടായിരുന്നു, എന്റെ അപ്പനും അമ്മയും കൂലിവേല കഴിഞ്ഞ് കയ്യും കാലും വേദനയാ, എന്നാലും കുഴമ്പ് തേച്ചൊരു കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ കൈ പൊക്കിപ്പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര മക്കൾക്ക് നിങ്ങളെ നോക്കിയിട്ട് പറയാൻ പറ്റും, ഫോൺ മേടിച്ചു തന്നു ചിലപ്പോൾ നിങ്ങളെ നോക്കി പറയും, എന്റെ അപ്പം മേടിച്ചു തന്ന ഡ്രസ്സാണിത്. ഓക്കെ, ഞങ്ങളുടെ അപ്പൻ എല്ലാ ആഴ്ചയും 2 നേരം ഇറച്ചി മേടിക്കുന്ന ആളാണ്, സമ്മതിച്ചു, എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ മക്കളോട് ചോദിക്കുവാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് അവർ ആലോചിച്ചിട്ട് പറയേണ്ടി വരും. നിങ്ങളുടെ മാതാപിതാക്കളായ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പള്ളിയിൽ ഒരു കുർബാനയിൽ നേർച്ച നേർന്ന് കണ്ടിട്ടുണ്ടോ? അത് ചിലപ്പോൾ അവർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയും. നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒരു നേരം ഉപവാസം എടുത്ത്, നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് അമ്മ പ്രാർത്ഥിക്കുക എന്ന് മക്കൾ കണ്ടിട്ടുണ്ടോ? മാതാപിതാക്കൾ ഉപവാസം എടുത്ത് അതൊന്നും കണ്ടിട്ടില്ല. അവർ ഫോൺ മേടിച്ചു തന്നതും ഇതൊക്കെ ഓർത്തിരിക്കുന്നുള്ളൂ. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ല എന്നൊരു കൊച്ചിന്റെ പരാതി. അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു, എന്നാടാ ഭക്ഷണം മേടിച്ചു തരാത്തതാണോ, വസ്ത്രം മേടിച്ചു തരാത്തതാണോ? അപ്പോൾ ആ കൊച്ചറിയാതാണേലും പറഞ്ഞെങ്ങനെയാണ്, ഇച്ചിരി വലിയ കൊച്ചാണ്, പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക. എന്നോട് പറഞ്ഞെങ്ങനെയാണ്, എന്റെ അമ്മ ഇതുവരെയായിട്ടും എനിക്ക് വേണ്ടി ഒരു ഭക്ഷണം പോലും ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പറയാം, എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയണത്? ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ദൈവം നമുക്ക് വലിയ വീട് തന്നിട്ടാണ്, ഫോൺ തന്നിട്ടാണ്, TV മേടിച്ച് തന്നിട്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് ശിഷ്യന്മാർക്ക് എങ്ങനെയാ മനസ്സിലായേ? ശിഷ്യന്മാർക്ക് വലിയ ഫോൺ മേടിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, ശിഷ്യന്മാർക്ക് വില കൂടിയ ഒരു 10 ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോഴൊന്നും അല്ല പറഞ്ഞേ, എപ്പോഴും നല്ല വില കൂടിയ ഭക്ഷണം വിളമ്പിയപ്പോഴല്ല പറഞ്ഞേ. ഈശോ ഇതാ അവർക്ക് വേണ്ടി മലയുടെ മുകളിൽ കയറി വെറും പച്ച മണ്ണെ മുട്ടുകുത്തി കല്ലേലും കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാണ്ട് അവരുറങ്ങിയപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നോക്കിയപ്പോൾ അവർ കിടന്നുറങ്ങുക, പക്ഷെ ഈശോ ഇതാ പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കുന്നുണ്ടെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായത് വലിയ വില കൂടിയ ഭക്ഷണം വിളമ്പിയപ്പോഴോ ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോഴോ ഒന്നുമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ. മാതാപിതാക്കളാണ് കൂടുതൽ. നിങ്ങൾ നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ അടുത്ത തലമുറ മനസ്സിലാക്കുന്നത്,
എന്നെ അവർ സ്നേഹിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇനി ശ്രദ്ധിച്ചേ, വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് വിശുദ്ധനായ അഗസ്റ്റിൻ അമ്മയെ കുറിച്ച് പറയുക. അമ്മയെക്കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അമ്മ എനിക്ക് വില കൂടിയ ഭക്ഷണ പദാർത്ഥം മേടിച്ചു തന്നൊന്നും ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചില്ല. വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നില്ല എന്റെ അമ്മ എനിക്ക് ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഡ്രസ്സാണ് എടുത്തു തന്നതെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, എന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മോശ വഴി കൂടെ പോയപ്പോഴും തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴും എന്റെ അമ്മ അതാ കണ്ണുനീരോടെ നിന്ന് കുരിശ് രൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇത് പല പ്രാവശ്യം കണ്ടപ്പോ അവന്റെ മനസ്സ് അലിഞ്ഞുപോയി. ഭക്ഷണം വിളമ്പുന്നത് കണ്ടിട്ടല്ല പറഞ്ഞേ, എന്റെ അമ്മ അതാ കരേ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി വീട്ടിലിരിക്കുന്ന കുരിശുരൂപത്തിന്റെ മുമ്പിൽ കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നു. 10 പ്രാവശ്യം കണ്ടപ്പോ അവന്റെ കല്ലുവെള്ളം മനസ്സ് അലിഞ്ഞുപോയി. ശ്രദ്ധിച്ചേ, നമ്മൾ വേണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. മറുക പറയാം ഹല്ലേലൂയ. എന്നിട്ട് ഈ വിശുദ്ധ അഗസ്റ്റിൻ പറയാണ്, എന്റെ അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാ എന്നെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചും, ഫ്രാൻസിസ് അസീസി നാട്ടിൽ കൂടെ ആദ്യ സമയത്ത് ഇച്ചിരി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചാടിത്തുള്ളി നടന്നയാളാ. ഫ്രാൻസിസ് അസീസി വീട്ടിലേക്ക് വരുമ്പോ കാണുന്നത് അമ്മ ഇതാ കൈ വിരിച്ചു പിടിച്ച് എന്റെ മകൻ ഇങ്ങനെ വഴിവിട്ട ഒരു ജീവിതമാണല്ലോ നയിക്കുന്നതെന്നും പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പല പ്രാവശ്യം കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഫ്രാൻസിസ് അസീസിയുടെ സ്വഭാവത്തിലൊക്കെ തന്നെ അങ്ങോട്ട് മാറിയത് എങ്ങനെയാ? ഉപദേശിച്ചല്ല. ആ മകൻ കണ്ടു അമ്മ ഇതാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര മക്കൾ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി പറയുവോ, എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നുണ്ട്, എനിക്ക് വേണ്ടി ത്യാഗത്തോടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു നേർച്ച നടന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരു കഴുന്നെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതില്ല, കുറഞ്ഞു വരികയാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൂടി വളരുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതായത് മാതാപിതാക്കൾ മക്കളെ വളർത്താൻ വേണ്ടി ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര പേര് ഉറപ്പിച്ചിട്ടുണ്ട്? അവരുടെ മനസ്സും കൂടെ അത്രയും വളർന്ന് പലർക്കും ആളും തൂക്കവും ഒക്കെ 10-60-70 കിലോ ഒക്കെ ആയാലും മനസ്സിന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ പോലും മാനസിക വളർച്ചയില്ല, ദൈവോന്മുഖതയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അറിയണം, ശരീരം മാത്രം വളർന്നാ പോരാ, തൊലി മാത്രം വെളുത്തിരുന്നാ പോരാ, അങ്ങ് താഴെ വരെ എത്തുന്ന മുടി മാത്രം പോരാ, മനസ്സും കൂടെ ദൈവോന്മുഖമായി വളരുന്നുണ്ടെന്ന് ഒപ്പത്തിനൊപ്പം ഉറപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്ത. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതാ അവർ കൈവിട്ടു പോകുന്നു പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മുടെ വിഷമം. അതായത് വിശുദ്ധനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുക, മാതാപിതാക്കൾ, അത് എഴുതി പോലെ തന്നെ വായിക്കാം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിച്ചാൽ അവർ ഒരിക്കലും കൈവിട്ടു പോവില്ല. ദിനം പ്രതി എഴുതിയിരിക്കുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കുടുംബത്തിൽ അവര് കാണട്ടെ, നമ്മൾ കൈ പിടിച്ചു നിന്ന് എനിക്ക് വേണ്ടി ഇതാ അമ്മ പ്രാർത്ഥിക്കുന്നു. ആദ്യമൊക്കെ അവർക്ക് ചമ്മലായിരിക്കും, ഈ അമ്മ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ അതിനെന്താ കുഴപ്പം, എനിക്ക് എന്താ കുഴപ്പമുണ്ടോ, ഞാൻ പള്ളിയിൽ പോകുന്നത്. ഇപ്പോഴത്തേക്ക് വേണ്ടി അല്ല കരങ്ങൾ വിരിച്ചത്. അവര് 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സ്വഭാവമൊക്കെ പതുക്കെ ലോകത്തിലേക്ക് വരും, മാറി വരും. അപ്പോഴെന്ത് ചെയ്യണം? ഇപ്പൊ നല്ല സ്വഭാവമാണേലും ഓരോ ജപമാല ചെല്ലുമ്പോഴും അമ്മ അപ്പൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതാ മൂത്ത മകന് വേണ്ടി, മൂത്ത ആൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ രഹസ്യം, അവരെന്ത് ചിന്തിക്കുന്നില്ല. പല പ്രാവശ്യം കാണുമ്പോൾ അവർക്ക് ഒരിക്കലും ഉഴപ്പാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വീട്ടിൽ കരങ്ങൾ വിരിച്ചുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഉഴപ്പാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ദൈവവചനം വായിച്ച് നോക്കണമെങ്കിൽ ഒരു കണ്ണാടി, ഇതൊരു കണ്ണാടിയാ, മക്കൾ അറിയട്ടെ. അല്ലെങ്കിൽ മക്കളെ എവിടെയെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ അവിടെ അവിടെ ഇരുത്താൻ, ഹോസ്റ്റലിൽ നിർത്താൻ പറ്റിയ സ്വഭാവ ദൂഷ്യവാ, ഇതാ കുടിയാ, കഞ്ചാവാ, വെള്ളവാ, ഇവനെ എന്തിനാ ഇങ്ങനെ ഇവിടെ ചേർത്തിരിക്കും, നിങ്ങൾ കൊണ്ടുപോകും, കോളേജിൽ നാണക്കേടാ, സ്കൂളിൽ നാണക്കേടാ, നാട്ടിൽ നാണക്കേടാ, ഇതെന്താ ഇങ്ങനെ? ചെറുപ്പം തൊട്ട് തന്നെ നിങ്ങളുടെ മക്കളെ, നമ്മുടെ തലമുറയെ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി, നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു കുറവുണ്ട്, നീ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാ, നിനക്കിങ്ങനെ പെട്ടെന്ന് വിഷമം വരുന്ന ആളാ, നീ എന്താ അങ്ങനെ ആ കൂട്ടുകൂടിയേ, എന്താ ആ രീതി ചിന്തിച്ചേ, ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ഈ വ്യക്തി നോക്കി കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക്, തലമുറയ്ക്ക് 150 രൂപ കൊടുത്താൽ ചുണ്ടേ പള്ളിന്നോ ഇവിടുന്നോ കടയെന്നോ എവിടുന്നെങ്കിലും ബൈബിൾ മേടിക്കാൻ കിട്ടും. ഓരോരുത്തർക്കും ഒരു ഫോൺ ഉണ്ടല്ലോ, 10,000 രൂപയുടെ.
അതിന്റെ ഇത്രയും പൈസ മതി ഒരെണ്ണത്തിന്, അതിന്റെ 150 രൂപ മതി. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അതിനേക്കാൾ വിലയുണ്ട്. അത്രേ ഉള്ളൂ ഇത്രയും വലിയൊരു പുസ്തകത്തിന് വില. എന്തുകൊണ്ട് അത് മേടിച്ചു കൊടുക്കുന്നില്ല? ഇല്ലാഞ്ഞിട്ടല്ല, വേറെ എന്തേലും കാര്യത്തിൽ നമ്മൾ പൈസ ഉപയോഗിക്കുന്നു. മേടിച്ചു കൊടുക്കുക. എല്ലാവരുടെയും കയ്യിൽ ഒരു ബൈബിൾ ഇരിക്കട്ടെ. അവരെ ബൈബിളിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക അവരെ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ മക്കള് പറയും, നാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് അറിയത്തില്ല, ഒരു അമ്മച്ചി കൊച്ചിനെ ബൈബിൾ എടുക്കാൻ വിട്ടപ്പോ കൊച്ചൊരു 100 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് അടിച്ചു പോയിട്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഉറക്കെ ചോദിക്കുക, അമ്മേ മണ്ടേ കുരിശുള്ള പുസ്തകമാണോ ബൈബിൾ? മണ്ടയ്ക്ക് കുരിശുള്ള സാധനമാണോ ബൈബിൾ? കൊച്ചു അവിടെ ചെന്നപ്പോൾ അർത്ഥം ബൈബിൾ ഏതായി, അതോ അതാണോ ഇതാണ്? കൊച്ചിനൊരു സംശയം. മണ്ടയ്ക്ക് കുരിശുള്ള പുസ്തകമാണോ അമ്മയെ അച്ഛനെ ഉദ്ദേശിച്ചത്, അമ്മ ഉദ്ദേശിച്ചത്? അറിയത്തില്ല, ബൈബിൾ എന്താണെന്ന് അറിയത്തില്ല, ഏതാ എടുത്തോണ്ട് വരണ്ടെന്ന് അറിയത്തില്ല. ഈ മണ്ടയ്ക്ക് കുരിശുള്ളതാണോ എടുത്തോണ്ട് വരണ്ടെന്നാണ് ചോദിച്ചത്. ബൈബിൾ പരിചയപ്പെടുത്തി കൊടുക്കണം, വായിക്കാൻ പഠിപ്പിക്കണം. അവർക്ക് സ്വന്തമായൊരു ബൈബിൾ വേണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തോട് ബന്ധമുള്ള, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അടുത്ത് വന്ന് തൽക്കാല സന്തോഷമൊക്കെ മക്കളുടെ മുഖം ചിരിച്ചിരിക്കും, ഡ്രസ്സ് എടുത്തു കൊടുത്താൽ. പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ നോക്കും, എന്റെ അമ്മ എന്റെ അപ്പൻ ഒരു പ്രാവശ്യം പോലും എനിക്ക് വേണ്ടി കൈവിരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കുറെ ഇറച്ചിയും ഡ്രസ്സും ഇതൊക്കെ മേടിച്ചു തരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ കൈവിരിച്ചു പിടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. വിശുദ്ധന്മാര്, വിശുദ്ധരായ ആളുകൾ, വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറിയ പ്രായത്തിൽ കൊച്ചുത്രേസ്യയെ കൊണ്ട് പള്ളി പോകുമ്പോ കൊച്ചുത്രേസ്യയുടെ അപ്പന്റെ പേര് ലൂയി മാർട്ടിൻ എന്നാണ്. ലൂയി മാർട്ടിൻ കൈവിരിച്ചവിടെ നിൽക്കും പള്ളിയില്. കൊച്ചുത്രേസ്യ അപ്പൊ അടുത്ത് നിന്ന് മുഖത്തേക്ക് നോക്കും. അപ്പോൾ ലൂയി മാർട്ടിൻ കണ്ണടച്ചിരിക്കുമായിരിക്കും, കണ്ടിട്ടില്ല. കൊച്ചുത്രേസ്യയും കുറെ നേരം അപ്പന്റെ മുഖത്തേക്ക് നോക്കി, ഇതെന്തിനാ ലൂയി എന്റെ അപ്പച്ചൻ കൈപിടിച്ച് പിടിച്ചിരിക്കുന്നത്? കണ്ണടച്ചു പിടിക്കുന്നതുകൊണ്ട് കൊച്ചുത്രേസ്യ നോക്കി ആരും അറിഞ്ഞിട്ടില്ല. കൊച്ചുത്രേസ്യയും ഉടനെ മുട്ടയെന്ന് കുറച്ച് മാറി അപ്പന്റെ ഒപ്പൻ ലൈനെ നിന്ന് കൈവരിച്ച് പിടിച്ചു. എങ്ങനെയാ കൈവരിച്ച് പിടിച്ചത്? എന്റെ അപ്പനതാ കൈവരിച്ച് പിടിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി ആയിരിക്കും. അങ്ങനെയാ കൊച്ചുത്രേസ്യ വിശുദ്ധിയായി മാറിയത്. അപ്പൻ കൈവരിച്ച് പിടിക്കുന്നത് കണ്ടു, അമ്മ കൈവരിച്ച് നിൽക്കുന്നത് കണ്ടു. അമ്മ ഇതാ എന്റെ പള്ളിയിൽ ഒരു നേർച്ച എനിക്ക് വേണ്ടി നേരുന്നത് ഞാൻ കണ്ടു. എന്റെ അമ്മ ഇതാ പള്ളിയിൽ പോകുന്നു, ഞായറാഴ്ച ആയതുകൊണ്ടല്ല, എനിക്ക് വേണ്ടി ഇതാ പള്ളിയിൽ പോകുന്നു എന്റെ അമ്മ. അത് കണ്ടാൽ ഒരു കൊച്ചിനും കുഴപ്പം പറ്റിയല്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം എന്താ? കൂലിവേല നടത്തുന്ന, ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരു അമ്മച്ചി പറയാണ്, എന്റെ മക്കള് രക്ഷപ്പെട്ട, ഞങ്ങള് കൂലിപ്പണിക്കാരാ. അപ്പൊ മകൻ ചാടിക്കേറി പറയുക, അമ്മ ഞങ്ങളെ ദൈവോന്മുഖരായി വളർത്തി, അമ്മ ഞങ്ങൾക്ക് വേണ്ടി കൈവിരിച്ച് പിടിച്ചോണ്ടാ. ഈ അമ്മ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മക്കൾ നക്ഷത്രങ്ങളെ പോലെ ഇപ്പൊ പ്രകാശിച്ച് നിൽക്കുക, മിടുക്കരായി നിൽക്കുന്നത്. പഠിപ്പിച്ച് ബുദ്ധി കൊടുത്തിട്ടല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മാതാപിതാക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ പറയുവോ, എന്റെ അമ്മ എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെന്ന്? മക്കൾ പറയുവോ, എന്റെ അമ്മ എന്നും പള്ളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന്? പക്ഷെ നമ്മൾ എല്ലാ ഭക്ഷണവും വില കൂടിയ ഡ്രസ്സും ചോദിക്കുന്നതിനേക്കാൾ വലുത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലുതാ ദൈവോന്മുഖരായ ഒരാളെ വളർത്തുക. നമ്മുടെ മക്കൾ ചെറുതല്ലേ, 1-ലല്ലേ എത്തിയുള്ളൂ, 2-ലല്ലേ എത്തിയുള്ളൂ, കൊച്ചല്ലേ. ചിന്തിക്കരുത്, പണ്ടായിരുന്നു ഇതൊക്കെ. ഇന്ന് 30 വയസ്സുള്ളവരെക്കാളും 40 വയസ്സുള്ളവരെക്കാളും ഒക്കെ ഭയങ്കര ബുദ്ധിയാണ്. 2 വയസ്സുള്ള ഒരു കൊച്ചിനും 3 വയസ്സുള്ള കൊച്ചിനും അവർക്ക് നമ്മളെക്കാൾ അറിയാം. നമ്മളേക്കാൾ ആരും പറഞ്ഞു കൊടുത്തില്ല. ലോകം അങ്ങനെ അത്ര അറിവുണ്ട് അവർക്ക്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു അഭിഷേകം വരട്ടെ, ഒരു കൃപ വരട്ടെ, ഒരു ശക്തി നിറയട്ടെ. ദൈവവചനമാകുന്ന അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ തലമുറകൾ ഒന്നിനൊന്നിന് അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. വട്ടത്തുപോയാൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നിങ്ങൾ ആത്മീയമായി ഒരു പടി ഉയരട്ടെ.